ഹലോ ഫ്രണ്ട്സ്, ഞാൻ സ്വയം ചെയ്തിരുന്നു. അപ്പോൾ പുതു തമ്മിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ എന്ന് പറഞ്ഞ ഗെയിമിൽ കാറുകളും ബസ്സുകളും അതേപോലെ തന്നെ കുറേ സംഭവങ്ങളൊക്കെ എങ്ങനെ ആഡ് ചെയ്യാമെന്ന് കാണിച്ചതാണ്. അപ്പോൾ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ കളിക്കുന്ന ഗെയിമാണ്. അപ്പോൾ കുറേ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഗെയിമാണ്. അപ്പോൾ ഇഷ്ടപ്പെടാൻ കാരണം എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഗ്രാഫിക്സ് ഉണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കാൻ പറ്റും, കൺട്രോളിംഗ് ഒക്കെ അടിപൊളിയാണ്. പിന്നെ അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള വണ്ടികളൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ കാറായാലും ബൈക്കായാലും അതേപോലെ തന്നെ ലോറി, ട്രക്ക്, പിന്നെ അതേപോലെ തന്നെ ഇഷ്ടമുള്ള മാപ്പ്, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് ഈ ഒരു ഗെയിമിൽ ആഡ് ചെയ്ത് കളിക്കാൻ പറ്റും. അപ്പോൾ അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ അതാണ് നമ്മളിന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അതായത് നമുക്ക് ഇഷ്ടമുള്ള ഏത് വണ്ടിയും നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാമെന്ന്. അപ്പോൾ അതിന് കുറച്ചാൾ മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു. അതായത് നമുക്ക് എങ്ങനെ പലതരം കാറുകൾ ആഡ് ചെയ്യാം. അതായത് ആ ഒരു വെബ്സൈറ്റിൽ തന്നെ ഇഷ്ടംപോലെ പുതിയ കാറുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അതേപോലെ തന്നെ പുതിയ ട്രക്കുകൾ, പിന്നെ അതുപോലെ ബസ്സുകൾ, അങ്ങനെ ഇഷ്ടമുള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ നിന്ന് എടുത്തിട്ട് എങ്ങനെ നമുക്ക് അതിൽ ആഡ് ചെയ്യാമെന്ന് ഞാൻ ജസ്റ്റ് ഫുള്ളായിട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിച്ചു തരാം. ആ വീഡിയോ ചെയ്തെടുക്കുമ്പോൾ ചാനൽ ആദ്യം കാണുമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നോക്കി നോട്ടിഫിക്കേഷൻ എപ്പോൾ ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കുക. നമ്മളിത് ആദ്യം തന്നെ ഞാൻ ജസ്റ്റ് എന്തെങ്കിലുമുള്ള വണ്ടികൾ കാണിച്ചു തരാം. അതായത് ഞാനിപ്പോൾ പറയാൻ പോകുന്ന ആ രീതിയിൽ ഞാൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത കുറച്ച് വണ്ടികളാണ്. അപ്പോൾ അതിൽ ജസ്റ്റ് ഞാൻ അവിടെ ഗ്യാരേജ് എടുക്കുകയാണ്. അപ്പോൾ ഗ്യാരേജ് എടുത്തതിന് ശേഷം ഫസ്റ്റ് കാണുന്നതാണ് ഈ വണ്ടി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഈ ഫസ്റ്റ് കാണുന്നതാണ് ഈ ഒരു വണ്ടി. അതായത് ബെൻസിൻ്റെ ഒരു പഴയ മോഡൽ വണ്ടിയാണ്. ഈ ഒരു രീതിയിൽ ഇതാണ് നമ്മുടെ ബെൻസിൻ്റെ ഒരു പഴയ മോഡൽ വണ്ടി. പിന്നെ അതുപോലെ തന്നെ അതായത് ഫെരാരിയാണ്. ഫെരാരിയുടെ SF90 എന്ന് പറഞ്ഞിട്ട് മോഡലാണ്. പിന്നെയുള്ള വണ്ടി എന്ന് പറയുന്നത് സ്വിഫ്റ്റാണ്. നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു പുതിയൊരു മോഡൽ സ്വിഫ്റ്റാണ്. ഇത് G-Wagon. G-Wagon നല്ല ഒറിജിനാലിറ്റിയാണ്. ഇൻറ്റീരിയർ ഒരു രക്ഷയില്ല, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഡിഫൻഡറാണ്. അപ്പോൾ ഡിഫൻഡർ ഈ ഒരു രീതിയിലുള്ള ഡിഫൻഡറാണ്. പിന്നെ ഒരു റേഞ്ച് റോവർ വെലാറാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ ഒരൊറ്റ വെബ്സൈറ്റിൽ നിന്ന് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആഡ് ചെയ്യേണ്ട വിധവും അതേപോലെ തന്നെ വെബ്സൈറ്റ് ഏതാണെന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇത് മെക്ലാരനാണ്. 765 LT ആണ് മോഡൽ. പിന്നെ ഇത് ബെൻസിൻ്റെ GLS ആണ്. പിന്നെ ഇത് പോർഷയുടെ 911 GT3 RS ആണ്. പിന്നെ ലംബോർഗിനി ഉറൂസ് ഉണ്ട്, ഒരു മസ്താങ് ഉണ്ട്, പിന്നെ റോൾസ് റോയ്സ് ഗോസ്റ്റ് ഉണ്ട്, പിന്നെ ഒരു ജാഗോർ ഉണ്ട്, പിന്നെ ഒരു BMW CSL ഉണ്ട്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഗൂഗിൾ എടുക്കണം. ഗൂഗിൾ എടുത്തതിന് ശേഷം SGC Arena അത് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഞാൻ അവിടെ SGC ARENA, അതാണ് SGC Arena, അതാണ് നമ്മുടെ വെബ്സൈറ്റ്. അപ്പോൾ അതിലൊരു എല്ലാ വണ്ടികളും ഉണ്ട്. അതായത് ഇപ്പോൾ കാറായാലും ബൈക്കായാലും. അപ്പോൾ വെബ്സൈറ്റ് ഫസ്റ്റ് വരുന്നതാണ് വെബ്സൈറ്റ്. അപ്പോൾ ഇതെടുക്കുക. കാറ്, ബൈക്ക്, അതേപോലെ തന്നെ ലോറി, അതിൽ ഒരുവിധം നമുക്ക് ബസ്സിൽ സെറ്റെല്ലാം ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരുവിധം എല്ലാ വണ്ടികളും ഈ ഒരു വെബ്സൈറ്റിലുണ്ട്. അപ്പോൾ ഇനി എങ്ങനെ ഡൗൺലോഡ് ചെയ്തിട്ട് ആഡ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ ഫസ്റ്റ് തുറക്കുമ്പോൾ ഇഷ്ടംപോലെ വണ്ടികൾ ഇങ്ങനെ വന്നെടുക്കുന്നുണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ആഡ് ചെയ്യാൻ പറ്റുന്ന വണ്ടികളാണ്. അപ്പോൾ അതിനകത്ത് വന്നിട്ട് കാറ്, ബസ്, പിന്നെ അതേപോലെ തന്നെ ലോറി, അങ്ങനെ എല്ലാ വണ്ടികളും കാണാം. പിന്നെ അതേപോലെ തന്നെ ബസ്സിൻ്റെ റൂട്ടുകൾ, അതായത് മാപ്പുകൾ, പലതരം മാപ്പുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ മുകളിൽ ഫസ്റ്റ് തുടക്കത്തിൽ തന്നെ ഇവിടെ ബസ് മോഡ്, കാർ മോഡ് ഏതാണെന്ന് വെച്ചെടുക്കുക. അപ്പോൾ കാർ എടുത്താൽ കാറിൻ്റെ കാണും. അപ്പോൾ ഞാൻ ജസ്റ്റ് ബസ് കാണിച്ചു തരാം. ബസ് മോഡിൽ നിന്ന് എടുത്താൽ ജസ്റ്റ് ഇങ്ങനെ ആഡുകളൊക്കെ വരും. ജസ്റ്റ് അതൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്ത് കളയാം. ബസ്സുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ലോഡായി വന്നുകൊണ്ടിരിക്കുന്നതൊക്കെ ബസ്സുകളാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബസ് വേണമെങ്കിൽ ബസ്, അല്ലെങ്കിൽ കാർ വേണമെങ്കിൽ കാർ, എല്ലാം ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു കാർ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് ആഡ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു കാർ എടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു വെൽഫെയർ എടുക്കുകയാണ്. ഇത് വെൽഫെയർ അല്ല, ടൊയോറ്റ അൽഫാഡാണ്. അപ്പോൾ അതിന് ശേഷം ഇവിടെ അടിയിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. ഇതാണ് ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ, അതെടുക്കുക. അതിന് ശേഷം ഇവിടെ അടിയിൽ ഡൗൺലോഡ് ടൊയോറ്റ അൽഫാഡ് അങ്ങനെ ഒരു ഓപ്ഷൻ കാണാം, അതെടുക്കുക. അപ്പോൾ അത്രയുള്ള ഡൗൺലോഡ് അതിൻ്റെ. അപ്പോൾ ഇനി അതിന് ശേഷം നമ്മുടെ ഫയൽസ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഡോക്യുമെൻറ്റിൽ കൊണ്ട് പേസ്റ്റ് ചെയ്യണം. അപ്പോൾ അതും കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ സംഭവം ഡൗൺലോഡായി കഴിഞ്ഞിട്ടുണ്ട്. ഡൗൺലോഡ് ആയതിനു ശേഷം നമ്മുടെ മൈ ഫയൽസ് എടുക്കുമ്പോൾ ഇതുപോലെ സിപ്പ് ഫയലായിട്ട് വന്നെടുക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം എക്സ്ട്രാക്റ്റ് ഫയൽസ് 2 എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇഷ്ടത്തിനനുസരിച്ച് എവിടെയെങ്കിലും കൊണ്ട് എക്സ്ട്രാക്റ്റ് ചെയ്യുക. ഇവിടെ അടിയിൽ എക്സ്ട്രാക്റ്റ് എന്ന് ഓപ്ഷൻ കാണാം. അപ്പോൾ അത് എക്സ്ട്രാക്റ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ സംഭവം ഇവിടെ എവിടെയെങ്കിലും കിടക്കുന്നുണ്ടാവും. അതായത് ഇങ്ങനെ ഏതെങ്കിലും ഫോൾഡറായിട്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ കിടക്കുന്നുണ്ട് നമ്മുടെ ഫോൾഡർ ടൊയോറ്റ അൽഫാഡ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കിടക്കണതാണ്. അപ്പോൾ ഇതുപോലെ ഫോട്ടോകളും പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു ഫയലും കാണാം. അപ്പോൾ ആ ഫയലുമ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അവിടെ മൂന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ടാവും, മൂവ് എടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ബസ് സിമുലേറ്ററിൻ്റെ ഫയൽ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ എൻ്റെ കയ്യിൽ ഡോക്യുമെൻറ്റ്സിൽ ബസ് ID എന്ന് പറഞ്ഞിട്ട് എടുക്കുന്നുണ്ട്. അതിൽ ബസ് ID മോഡ് എന്ന് പറഞ്ഞിട്ടൊരു ഫയലുണ്ട്. അടുത്തതിന് ശേഷം ജസ്റ്റ് അതിൽ കൊണ്ട് പേസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ അത്രയുള്ള നമ്മുടെ വണ്ടി റെഡി ആയിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഗെയിം ഓപ്പൺ ചെയ്തൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഗെയിം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഗെയിം ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ മോഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. മോഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമുക്ക് വണ്ടികൾ ഏതൊക്കെയാണ് ഉള്ളതെന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ അടിയിൽ ടൊയോറ്റ വന്നിട്ടുണ്ട്.
അപ്പോൾ അതിന് ശേഷം ഇവിടെ 2 ഗാരേജ് കൊടുക്കുക. അപ്പോൾ ഗാരേജ് എടുത്തതിന് ശേഷം നമ്മുടെ വണ്ടി നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ നീക്കി നോക്കി അതേതാണ് നമ്മുടെ വണ്ടി. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ ഗെയിം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്ത വണ്ടി. അപ്പോൾ ഇതാണ് അതിൻ്റെ എക്സ്റ്റീരിയർ. അപ്പോൾ നമുക്ക് ഇൻറ്റീരിയർ ജസ്റ്റ് നോക്കാം. അപ്പോൾ ഇതാണ് ഇൻറ്റീരിയർ വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇൻറ്റീരിയറാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ അത്യാവശ്യം ഇൻറ്റീരിയറും പിന്നെ അതേപോലെ സൗണ്ടൊക്കെ കൊള്ളാം, നല്ല വണ്ടിയാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഏത് വണ്ടി വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് ആയി. വീഡിയോ ഇഷ്ടമായി വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനകത്ത് നോട്ടിഫിക്കേഷൻ എപ്പോൾ പിന്നെ നിങ്ങളുടെ സംശയങ്ങൾ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ അടിപൊളിയാണെന്നുമായി അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.